ലൈവിൽ രേണുസുതി ബോധം കെട്ട് വീണിരിക്കുകയാണ്. ഇന്ന് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. വീക്കിലി ടാസ്ക്കാണ്. ആ ഒരു വീക്കിലി ടാസ്കിൽ ഇടയിലാണ് രേണുസുതി ബോധം കെട്ട് വീഴുന്നത്. രേണുസുതിനെ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്തിരുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് രേണുസുതിക്ക് മൊത്തത്തിൽ കൺട്രോൾ കിട്ടുന്നില്ല. ഒരു ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ ടാസ്ക് ആയതുകൊണ്ട് തന്നെ രേണുസുതിക്ക് പെട്ടെന്ന് തളർച്ച വരികയും ബോധം കെട്ട് വീഴുകയുമാണ് ചെയ്തത്. ആദ്യം അനുവിൻ്റെ മേത്തേക്ക് ചായുന്നുണ്ട്, അനു എന്ന് പറഞ്ഞു വിളിച്ച്. അപ്പോൾ അനു കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ തന്നെ അനു പോലും പ്രതീക്ഷിക്കുന്നില്ല നിലത്തേക്ക് രേണുസുതി എങ്ങനെ വീഴുകയാണ്. ഇന്നത്തെ വീക്കിലി ടാസ്കിനിടയിലാണ് ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നത്. ഇന്നത്തെ വീക്കിലി ടാസ്ക് എന്ന് പറയുന്നത് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും 7 ടീമായിട്ട് തിരിയണം. 3 അംഗങ്ങളുള്ള 7 ടീം. അങ്ങനെ 3 അംഗങ്ങളുള്ള ടീമിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും, മറ്റ് 2 പേര് സഹായികളായിരിക്കും. അങ്ങനെ ആ ക്യാപ്റ്റന് മാത്രം ഒരു തൊപ്പിയുണ്ട്, തൊപ്പി ലഭിക്കുന്നതാണ്. അവരത് തലയിൽ വെക്കണം. അങ്ങനെ 7 ടീമിനും 7 തൊപ്പിയുണ്ട്. ക്യാപ്റ്റന് മാത്രമായിരിക്കണം തൊപ്പി വെക്കുന്നത്. അങ്ങനെ ക്യാപ്റ്റൻ തൊപ്പി സംരക്ഷിക്കുക എന്നതാണ് മറ്റ് 2 സഹായികളുടെ ലക്ഷ്യം. മാത്രമല്ല മറ്റുള്ളവരുടെ തൊപ്പി അവരുടെ തലയിൽ, ക്യാപ്റ്റൻ്റെ തലയിൽ നിന്നും എടുക്കുക എന്നതും ഒരു ടാസ്ക്കാണ്. ക്യാപ്റ്റന് മറ്റുള്ളവരുടെ ക്യാപ്പ് എടുക്കാൻ പറ്റില്ല. കൂടെയുള്ള സഹായികൾക്ക് മാത്രമേ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ക്യാപ്റ്റൻ രേണുവാണ്. അങ്ങനെ രേണുവിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്താണ് രേണുവിന് തളർച്ച വരുന്നത്. അങ്ങനെ അവസാനം ബോധം കെട്ട് വീഴുകയാണ്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.